ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു ഇങ്ങനെ ആവിയിൽ പുഴുങ്ങി നല്ല അടിപൊളി ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോൾ ശരീരം നല്ലോണം തണുക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇത്. മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഈ ഒരു പ്രായത്തിലുള്ള മാങ്ങ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഏത് മാങ്ങയായാലും കുഴപ്പമില്ല. അത് 15 മിനിറ്റ് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോഴാണ് മാങ്ങയൊക്കെ ഒന്ന് ഉള്ളൊക്കെ വെന്ത് നമുക്ക് ജ്യൂസ് അടിക്കാൻ പാകത്തിൽ കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഇത് തോല് കളഞ്ഞ് ജ്യൂസ് അടിച്ചെടുക്കാനായിട്ട്. ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേ നോക്കിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ആവി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിങ്ങനെ ഒന്ന് മറച്ച് വയ്ക്കണം. കണ്ട ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാങ്ങിയെടുക്കാനായിട്ട്. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് തോല് കളഞ്ഞ് ചെത്തി നമുക്ക് ജ്യൂസാക്കിയിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ മാങ്ങ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പം നമ്മൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് പൾപ്പ് ചെത്തിയെടുക്കാം. മാങ്ങണ്ടി മാറ്റാൻ എന്നിട്ട് ഇതുപോലെ ചെത്തിയെടുത്ത് ഇതുപോലെ മാങ്ങ പുഴുങ്ങി വെച്ച് സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് ജ്യൂസ് അടിക്കുകയും ചെയ്യാം. അപ്പം ആവശ്യം വരുമ്പോൾ നമുക്ക് അടിച്ച് ഫ്രഷ് ജ്യൂസായിട്ട് കഴിക്കുകയും ചെയ്യാം. 4 മാങ്ങ തൊലി മാറ്റിയിട്ടുണ്ട്, മാങ്ങണ്ടി മാറ്റി നല്ല ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുക്കുക, പുതിനേര ഇല, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഏലക്കായ പൊടിച്ചത്, പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചുള്ളത്. ഇത് ശർക്കരയുടെ പാനിന് മധുരം അനുസരിച്ച് ചേർക്കാം, പഞ്ചസാരയും ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. ഇതെല്ലാതും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. ഇത് മാങ്ങ നമ്മൾ പൾപ്പാക്കി വെച്ചത്, പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞ് നീര് 2 ചെറുനാരങ്ങയത്, പിന്നെ ശർക്കര പാനി, പിന്നെ ഒരു നുള്ളുപ്പ്, ഏലക്ക പൊടി, ഇനി പുതിനേരയില, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഗ്ലാസ് ശർക്കര പാനി ഗ്ലാസ്സിലൊഴിച്ച് ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഫൈനായിട്ട് ജ്യൂസാക്കി കൊണ്ടുവരാം. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള ജ്യൂസാണ്. മാങ്ങയുടെ പൾപ്പൊക്കെ വേവിച്ച കാരണം ഇത് നമുക്ക് ഐസിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേനൽക്കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല തണവാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മാങ്ങ അധികമുള്ള കാലത്ത് മാങ്ങ ഇങ്ങനെ പുഴുങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കാൻ പറ്റും.